വണ്ടാനത്തെ ചികിത്സാ പിഴവിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർക്കശമായ നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി. ഡോക്ടർ ലളിതാംബികയുടെ മറുപടി അവിശ്വസനീയമാണ്. ഉത്തരവാദിത്തത്തിൽ നിന്നും ഡോക്ടർക്ക് ഒഴിഞ്ഞുമാറാനാകില്ല. ശസ്ത്രക്രിയയെക്കുറിച്ച് ഓർമ്മയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് മന്ത്രി ചോദിച്ചു. ഡോക്ടർക്കും നഴ്സിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മകൻ പറയുന്നത് വിശ്വസിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ ഈ കേസ് ഓർമ്മയില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുക? പിന്നെ എളുപ്പം പറയാനുള്ള കാര്യമല്ലേ? വീട്ടിൽ പോയി കണ്ടു, പല പ്രാവശ്യം കണ്ടു, പക്ഷെ ആളെ ഓർമ്മയില്ല, കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മയുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. മെഡിക്കൽ ബോർഡ് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഒരു മെഡിക്കൽ ബോർഡ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ആയിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ദൗർഭാഗ്യകരം, അവിശ്വസനീയം എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒടുവിൽ മിണ്ടിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് വീണ ജോർജ് വിശദീകരിച്ചത്? ദൗർഭാഗ്യകരമായ ഒരു സംഭവം, കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന അത്തരത്തിലുള്ള ഒരു ന്യായീകരണത്തിലേക്കാണ് മന്ത്രി വീണ ജോർജ് കടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേഷ്യന്റിനെ ഓർമ്മയില്ല, പക്ഷെ ഇത്തരത്തിലൊരു കേസ് നടത്തിയിട്ടുണ്ട്. ഡോക്ടർ പ്രധാനമായും പറഞ്ഞത് ഇത്തരത്തിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ നഴ്സുമാരുടെ സാന്നിധ്യം കുറവുണ്ട്, അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടറും പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു. ആ പ്രതികരണത്തിനെതിരെയാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമായും എങ്ങനെയാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഡോക്ടർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുക എന്നൊരു ചോദ്യം തന്നെയാണ് മന്ത്രി ചോദിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായ രീതിയിൽ നേഴ്സ് ഇല്ല എങ്കിൽ നേഴ്സ് ഇല്ല എന്ന രോഗിയോട് വ്യക്തമായി പറഞ്ഞുകൂടെ, എന്തിനാണ് ഇത്തരത്തിലൊരു സർജറിക്ക് നിന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മന്ത്രി സമ്മതിക്കുകയാണ്. അതായത് നിരന്തരമായി ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നു. അതായത് പ്രധാനമായും 3 കേസുകളാണ് മന്ത്രി എടുത്തു പറഞ്ഞത്. ഒന്ന് ഹർഷിനിയുടെ സംഭവം, മറ്റൊന്ന് ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇതേപോലെ ഒരു കേസ് മുൻപ് വന്നിട്ടുണ്ട്. അത് പത്രമാധ്യമങ്ങളിലൂടെ താൻ അറിഞ്ഞിരുന്നു എന്നൊരു കാര്യം. മൂന്നാമതായി ഈ വണ്ടാനത്തെ സംഭവവും മന്ത്രി വിശദീകരിക്കുകയാണ്. അതായത് അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പോലീസിന് ഈ രേഖകളൊക്കെ തന്നെയും കൈമാറുമെന്ന് തന്നെയാണ് മന്ത്രിയുടെ ന്യായീകരണം. ഹർഷിനിയുടെ കേസിൽ സർക്കാർ ചെയ്യാനുള്ളതൊക്കെ തന്നെയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല എന്നത് തന്നെയാണ് മന്ത്രി വിശദീകരണം നൽകുന്നത്. നമുക്ക് അതായത് ഈ ഹർഷിനിയുടെ വിഷയത്തിലടക്കം ഇപ്പോഴും നീതി തേടി അവർ അലയുകയാണ്. എന്നിട്ടും എല്ലാം നൽകി, എല്ലാ കാര്യത്തിലും കരുതലോടെയാണ് സമീപിച്ചത് എന്നുള്ള ന്യായീകരണം തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്, മന്ത്രി ആവർത്തിക്കുന്നത്. അതേസമയം ഈ പുതിയ വിഷയത്തിലും പുതിയ ചികിത്സാ പിഴവിലും വിദഗ്ധ സംഘത്തെ രൂപീകരിക്കും, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അങ്ങനെ കാലാകാലങ്ങളായി പറഞ്ഞു വെക്കുന്ന ആ ഒരു പല്ലവി ആവർത്തിക്കുക മാത്രമാണ് വീണ ജോർജ്, അല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹർഷിനിയുടെ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിരന്തരം അവർ മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം നടത്തി. 140-ാം ദിവസം സംസ്ഥാന സർക്കാർ അവർക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ തുടരുക. ഇപ്പോൾ ശ്രീ വി എസ് ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രി, നമ്മോടൊപ്പം ചിരിയാണ്. ശ്രീ വി എസ് ശിവകുമാർ, ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ഒരു മെല്ലെപ്പൊക്ക് സമീപനം തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ആ ഡോക്ടറെ കുറ്റപ്പെടുത്തുന്നു, ദൗർഭാഗ്യകരമെന്ന് പറയുന്നു, അവിശ്വസനീയമെന്ന് പറയുന്നു, അന്വേഷിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലായ്പ്പോഴും കേൾക്കുന്ന പല്ലവി തന്നെയല്ലേ? എങ്ങനെ വിശ്വസിക്കാം ഈ വാക്കുകളെ നമുക്ക്? ഇത് ഇപ്പോ വണ്ടാനം മെഡിക്കൽ കോളേജിലുമായി ബന്ധപ്പെട്ട് ഇപ്പം നടന്ന ഈ സംഭവം അത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. ഇപ്പൊ ഇത് പറഞ്ഞാലും മന്ത്രി പറയും ഒറ്റപ്പെട്ട സംഭവം. ഓരോ ആശുപത്രികളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇന്നലെ നെടുമങ്ങാട് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരണപ്പെട്ടത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായത്. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത്. സർക്കാർ ആശുപത്രിയിൽ പോകാൻ ആളുകൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇതിപ്പോ മാത്രം ഉണ്ടാകുന്നില്ല, ഇത് കുറെ കാലം കൊണ്ടാണ്. ഇത് എന്തെങ്കിലും പറയുമ്പോൾ മന്ത്രി
ചെയ്യുന്നത് പിന്നെ റിപ്പോർട്ട് ചോദിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം. അതിനെന്തെങ്കിലും നടപടികൾ ഈ മന്ത്രി സ്വീകരിച്ചിട്ടുണ്ടോ ഇതുവരെ? ഒരു കാര്യവുമില്ല. ചുമ്മാ ഈ ഇത്രയും ഒരു ഗതികെട്ട ഒരു വകുപ്പ് ആയി ഇതിനെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഈ മന്ത്രിക്കാണ്. അവര് രാജിവെച്ച് പോകണമെങ്കിൽ കഴിയില്ലെങ്കിൽ മനുഷ്യന്റെ ജീവനെ കൊണ്ട് പന്താടുകയാണ്. മറ്റേത് വകുപ്പായിരുന്നാലും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞു നിൽക്കുക. ഇത് മനുഷ്യജീവൻ, പാവപ്പെട്ട ആളുകൾ അവരുടെ 2.5, 3, 4 വർഷമായിട്ട് കത്രി അകത്തിരിക്കുകയാണ്. വേദന വരുമ്പോൾ ആശുപത്രി പോകുമ്പോൾ അവർ പറയുന്നത് എന്താണ്, സ്റ്റോണാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറയും. പരിശോധിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്താ ഈ ഡോക്ടർമാരൊക്കെ ചെയ്യുന്നത്? എല്ലാ ഡോക്ടർമാരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു ഡോക്ടർ ഇതുവരെ മറുപടി ഇപ്പൊ പറയുന്നത് കേട്ടു, പിന്നെ അത് കത്രിക എത്ര കാലാകത്തിരുന്നാലും കുഴപ്പമില്ല. എന്തൊരു വിചിത്രമായ മറുപടിയാണ് ഇവരൊക്കെ പറയുക. കാരണം ഇവർക്കൊന്നും ഒരു ഭയമില്ല. അതായത് ഭയമില്ലാത്തത് ഒരു നടപടിയും ഞങ്ങൾക്ക് മേൽ ഉണ്ടാകില്ല എന്നുള്ള ധൈര്യം കൊണ്ടല്ലേ ഈ സർക്കാർ. ഇതൊക്കെ സാധാരണഗതിയിൽ എന്ത് കുറ്റം ചെയ്തിരുന്നാലും എന്ത് കുഴപ്പമുണ്ടാക്കിയിരുന്നാലും ഇതൊക്കെ പാർട്ടി സംരക്ഷിച്ചോളുമെന്നുള്ള ഒരു സമീപനം ഇവർക്ക് ഉള്ളത് കൊണ്ടാണ് കുറ്റക്കാരെ ശിക്ഷിക്കുന്നില്ല, നടപടി എടുക്കുന്നില്ല. മന്ത്രിയാണെങ്കിൽ എന്ത് പറഞ്ഞിരുന്നാലും റിപ്പോർട്ട് ചോദിക്കും. ഇവിടെ പിന്നെ ഈ അസംബ്ലിയിലെ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യത്തെ കുറിച്ച് പ്രതിപക്ഷം പിന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അവർ പറയുന്നത് മുഴുവൻ 10 കൊല്ലത്തിന് മുമ്പുള്ള പിന്നെ UDF ഗവൺമെന്റ് കാലത്ത് ഇവിടെ ഇപ്പൊ ഞങ്ങൾ എവിടെ കെട്ടിടം കെട്ടി, ഇവിടെ 500 കെട്ടിടം കെട്ടി. അവിടെ ആശുപത്രി പോയടുത്ത സ്ഥിതി എന്താ? ആശുപത്രി പോയാൽ ഡോക്ടർമാരില്ല, മരുന്നില്ല, ഓപ്പറേഷന് വേണ്ടിയുള്ള എക്യുപ്മെന്റ് ഇല്ല. എന്താണിത്? നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ വളരെ മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന പ്രസംഗിച്ച് കിടക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും. ഇതാണോ പിന്നെ ഒരു ആരോഗ്യ മേഖലയിൽ നമുക്കുണ്ടാക്കിയത്? അതാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ഒരു റിപ്പോർട്ട് തേടുന്നു, നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ആ റിപ്പോർട്ട് നമ്മൾ കാണാറില്ല, ഒരു നടപടിയും നമ്മൾ കാണാറില്ല. ഇപ്പോൾ ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് വിചിത്രമായ ഒരു ന്യായീകരണമാണ്. ഉഷയ്ക്ക് മുമ്പും ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്, ഒരുപക്ഷെ യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ തന്റെ പേര് പറഞ്ഞതാകാമെന്നാണ്. അതായത് ഈ ഡോക്ടർ അങ്ങനെ കൈകൊടുക്കുമ്പോൾ ഒടുവിൽ അവർക്കും സംരക്ഷണമൊരുക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഈ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും സർക്കാർ സംവിധാനങ്ങളും എത്തുമല്ലേ? തീർച്ചയായിട്ടും ആ ഡോക്ടർ പറഞ്ഞത് തന്നെ അവര് അതിനകത്ത് അവർക്ക് ഓർമ്മയില്ല, അതായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഈ കത്രികതിനകത്തിരുന്നാലും കുഴപ്പമില്ല. ഒത്തിരി വിചിത്രമായിട്ടുള്ള വിശദീകരണങ്ങളാണ്. അപ്പൊ ഈ ആശുപത്രികളിൽ പോകുമ്പോഴേ ഡോക്ടർമാര് അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും പറയാം, എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഇത്രയും ഒരു എന്താണ് അശ്രദ്ധയോടുകൂടി ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ, അത് ഗൈനക്കോളജി ആയിരുന്നാലും ഏത് വകുപ്പായിരുന്നാലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. റിപ്പോർട്ടുകൾ വാങ്ങുന്നു എന്ന് പറയും. എത്ര റിപ്പോർട്ട് ഈ മന്ത്രി വാങ്ങി? എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആ സംഭവം ഇപ്പൊ വണ്ടാനത്തുണ്ടായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടായി, അതുപോലെ തന്നെ നെടുമങ്ങാട് ഉണ്ടായി. എല്ലാ ആശുപത്രികളിലും ആളുകൾക്ക് ഭയമാണ്. ഈ സ്ത്രീ അവരിപ്പോ പറയുന്നു ഇനിയിപ്പോ അവിടെ പോകുന്നില്ല, വേറെ ഹോസ്പിറ്റലിൽ പോവാണ്. കാരണം എത്ര ദിവസം അവിടെ പോയപ്പോ പിന്നെ മരുന്ന് എന്തെങ്കിലും ടാബ്ലറ്റ് കൊടുത്ത് വിടുന്ന ഒരു സ്ഥിതി. പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമില്ല. ആരും മരുന്നതിനും വേണ്ടി പറഞ്ഞു വിടുക, ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അപമാനമാണ്. ഈ മന്ത്രി രാജിവെച്ച് പുറത്തോളം അസംബ്ലി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മന്ത്രിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരിപാടിയാണ് ഇവർക്കുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് എനിക്കെതിരെ കഴിഞ്ഞ അസംബ്ലിയിൽ അടിയന്തര പ്രമേയം വന്നപ്പോ ഇവര് പറഞ്ഞു പഴയ മന്ത്രി ശിവകുമാർ സ്വകാര്യ ആശുപത്രി വാങ്ങി ആ ആശുപത്രി വികസിപ്പിച്ചല്ല വേറെ ഒന്നും ചെയ്തില്ല. അവർ പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുകയാണ് അവരെ. ഇത് പിന്നെ അവരുടെ പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് ഞാൻ ആശുപത്രി വാങ്ങിയെന്ന് പറഞ്ഞ് ഇവര് നടത്തിയ കള്ളപ്രചരണം അതൊക്കെ അവസാനിച്ചില്ലേ? അവര് തന്നെ അന്വേഷിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ പറയുക എന്ന സ്വന്തം കാര്യങ്ങൾ വീഴ്ചകളെ മറച്ചു വെക്കുവാനും അതിന് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരുടെ തലയിൽ കയറാൻ വേണ്ടിയുള്ള സമീപനമല്ല എടുക്കേണ്ടത്. ആ വീഴ്ചകൾ അത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളാണ് എടുക്കേണ്ടത്. റിപ്പോർട്ട് വാങ്ങുന്നു എന്ന് പറയും. എന്ത് റിപ്പോർട്ടാണ് ഇവർ വാങ്ങുന്നത്? എന്ത് റിപ്പോർട്ടിന്റെ പേരിലാണ് നടപടി സ്വീകരിച്ചത്? കർശനമായ നടപടികൾ സ്വീകരിക്കണം. അതിനകത്ത് രാഷ്ട്രീയവും മറ്റും മത്സരം നോക്കരുത്. പാവപ്പെട്ട ആളുകളുടെ ആശാകേന്ദ്രമാണ് ഈ സർക്കാർ ആശുപത്രികൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾ ഏറ്റവും അവസാനത്തെ ആശാ കേന്ദ്രമാണ്. സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഇവിടെ ചികിത്സ കിട്ടും, പക്ഷെ അവർക്ക് അവിടുത്തെ ഫീസൊക്കെ താങ്ങാൻ കഴിയുമോ? അപ്പൊ അതങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ PR ഏജൻസി വെച്ചിട്ട് പരസ്യങ്ങൾ നടത്തിയിട്ട് മതിയോ? കാര്യങ്ങൾ നടക്കണ്ടേ? ആളുകൾ അനുഭവിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ആശുപത്രിയിൽ പോകുന്ന ആളുകൾ അനുഭവിക്കുകയാണ്. ഇതിന് നടപടികൾ സ്വീകരിക്കാൻ
ഗവൺമെന്റ് ഈ കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണം. മേലിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ശ്രീ പി ശിവകുമാർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും ദിസ്ന, അത് തന്നെയാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാകില്ല. ഇങ്ങനെ എത്രയെത്ര റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു, എത്രയെത്ര വിദഗ്ധ സംഘം അന്വേഷിച്ചു, പക്ഷേ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഈ ഒരു സാഹചര്യത്തിലും അത് തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് പൊതുസമൂഹത്തിനുള്ളത്. എങ്കിലും ഏത് തരത്തിൽ മുഖം രക്ഷിക്കാനുള്ള സമീപനമാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? പോലെ തന്നെ ഈ ഡോക്ടർക്കെതിരെ അല്ലെങ്കിൽ ഡോക്ടർക്കെതിരെ ഒരു പ്രതികരണം നടത്താൻ മാത്രമാണ് ആരോഗ്യമന്ത്രി ശ്രമിച്ചത് എന്ന് തന്നെയാണ്. ഈ സ്ക്രബ് നഴ്സ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ പേഷ്യൻസിനോട് ആ കാര്യം വ്യക്തമായി ഡോക്ടർ പറഞ്ഞില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നത് തന്നെയാണ് പ്രധാനമായും മന്ത്രി എടുത്തു പറയുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വിചിത്രവാദവുമായി ഡോക്ടർ രംഗത്ത് വരുന്നു. 50 വർഷം വരെ ഈ കത്രിക വയറ്റിനുള്ളിൽ കിടന്നാൽ യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് തന്നെയാണ്. അതെങ്ങനെയാണോ പറയാൻ സാധിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാവാത്ത കാര്യം. എന്തായാലും സിസ്റ്റം തകരാറുകൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ അതിവേഗം നടപടിയെടുക്കാൻ ശ്രമിച്ച സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ KGMCTE പ്രതിഷേധം നടത്തുന്നു. അവർക്കെതിരെയും ഈ ഡയസിനോടൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതികാര നടപടിയിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം തകരാറിനെതിരെ നടപടി എടുക്കാത്തത് എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കൃത്യമായി ഈ വീഴ്ച സംഭവിച്ച കണക്കുകളൊക്കെ നിരത്തി പറയുവാൻ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ്. ഒന്ന് ഹർഷിന, രണ്ടാമത് സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ സംഭവം, 3 ഈ വണ്ടാനത്തെ സംഭവം ഒക്കെ തന്നെയും കൃത്യമായി മന്ത്രിക്ക് ഓർമ്മയുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മാത്രമല്ല ഈ നെടുമങ്ങാട് ചികിത്സാ പിഴവ് സംഭവിച്ചതിനെതിരെ ഡോക്ടർമാരുടെ സംഘടന രംഗത്ത് വരുന്നു. ബിന്ദു സുന്ദറിനെ എടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർമാർ വീണ്ടും ഈ ആരോഗ്യ വകുപ്പിനെതിരെ രംഗത്ത് വരുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ OP ബഹിഷ്കരണമൊക്കെ ഇന്ന് നെടുമങ്ങാട് നടക്കുകയാണ് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. എന്തായാലും ഈ വണ്ടാനത്തെ സംഭവത്തിൽ ഒരു ന്യായീകരണം മന്ത്രി നൽകിയിരിക്കുന്നത് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു, അന്വേഷണ സംഘത്തെ വണ്ടാനത്തേക്ക് അയച്ചു, പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറും, കുടുംബത്തോടൊപ്പമാണ് എന്നൊരു വിശദീകരണം നൽകി ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് മന്ത്രി കടന്നിരിക്കുന്നത്. KP യെസ്, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.